ദിവസം PV അൻവർ MLA തുടക്കമിട്ട ആ പോര് അതിപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നതിലേക്കാണ്. മുഖ്യമന്ത്രിയെ പൊതിഞ്ഞു നിൽക്കുന്ന P ശശിയെ പോലെയുള്ളവരുടെ തീരുമാനങ്ങൾ CPIM-നും സർക്കാരിനും ഉണ്ടാക്കുന്ന അവമതിപ്പ് പലകുറി പാർട്ടി വേദികളിൽ ചർച്ചയായതാണ്. പക്ഷേ തിരുത്തൽ മാത്രം ഉണ്ടായില്ല. പൂച്ചയ്ക്കാര് മണികെട്ടുമെന്നറിയാതെ പാർട്ടി തൃശങ്കു സ്വർഗത്തിൽ നിന്നപ്പോഴാണ് PV അൻവർ MLA-യുടെ വെളിപ്പെടുത്തലുകൾ വരുന്നത്. അതായത് അൻവറിന്റെ തുറന്നു പറച്ചിൽ പാർട്ടിക്ക് ഉർവശി ശാപം ഉപകാരം എന്ന പോലെ ആയി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വാസ്തവം. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല്. ഇവിടെ രോഗി CPIM, വൈദ്യൻ അൻവർ. നേതാക്കൾ കാളകൂട വിഷം പോലെ തൊണ്ടയിൽ കൊണ്ട് നടന്നതാണ് അൻവറിലൂടെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. താരതമ്യേന മെച്ചപ്പെട്ട പ്രകടനം നടത്തുകയും തുടർഭരണം നേടുകയും ചെയ്ത ഒന്നാം പിണറായി സർക്കാരിൽ ആ മികവിന് അപവാദമായി നിന്നത് ആഭ്യന്തര വകുപ്പായിരുന്നു. രണ്ടാം വട്ടം അധികാരം ലഭിച്ചപ്പോഴും ആ അഭിപ്രായം തിരുത്തിക്കാൻ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്കോ ഉദ്യോഗസ്ഥർക്കോ കഴിഞ്ഞില്ല. വിവാദങ്ങൾ ആഭ്യന്തര വകുപ്പിനെ വിടാതെ പിന്തുടർന്നു. പോലീസിന്റെ പിടിപ്പുകേടും ധാർഷ്ട്യവും പൊതുസമൂഹത്തിന്റെ നിരന്തര അതൃപ്തിക്ക് കാരണമായി. സ്വാഭാവികമായും അത് സർക്കാരിനെതിരായ അതൃപ്തി കൂടിയായി. പ്രതിപക്ഷവും മാധ്യമങ്ങളും നിരന്തരം വിമർശിക്കുമ്പോഴും പോലീസ് വകുപ്പിനെ ന്യായീകരിക്കുകയായിരുന്നു ആദ്യഘട്ടങ്ങളിലെല്ലാം CPIM നേതാക്കളും അണികളും ചെയ്തത്. പക്ഷെ ന്യായീകരിച്ചതുകൊണ്ട് മാത്രം പോലീസ് നന്നാകില്ലെന്ന് ആദ്യം അണികൾ തിരിച്ചറിഞ്ഞു. പാർട്ടി വേദികളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും അവർ വിമർശനങ്ങൾ ഉയർത്തി. ജനങ്ങൾ അകലുകയാണെന്നും തിരുത്തലുകൾ വേണമെന്നും ഒടുവിൽ നേതാക്കൾക്കും ബോധ്യപ്പെട്ടു. പക്ഷെ അപ്പോഴും അനുചരവൃന്ദത്താൽ പൊതിയപ്പെട്ട മുഖ്യമന്ത്രിയോട് അതേ അനുചരവൃന്ദത്തെക്കുറിച്ച് തുറന്നു പറയാൻ ആരും തയ്യാറായില്ല. അവിടെയാണ് അൻവർ അവതരിക്കുന്നത്. ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് ഈ ഗവൺമെൻറ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുണ്ട്. ഈ ഗവൺമെൻറ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെൻറ്, ഈ ഗവൺമെൻറ്റിനെ തിരിച്ച് അധികാരത്തിലെത്തിച്ച ജനങ്ങൾ, ആ ജനങ്ങളുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. ആ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പറഞ്ഞത്. അതിനെ തള്ളിക്കളയാൻ കഴിയുമോ? നിലമ്പൂർ MLA തെളിച്ച വഴിയെ ആഭ്യന്തര വകുപ്പിലെ പുഴുക്കുത്തുകളെ തുറന്നു കാട്ടാൻ പാർട്ടിക്കുള്ളിലെ പലരും നടന്നു തുടങ്ങിയിരിക്കുന്നു. അതിൽ KT ജലീലും U പ്രതിഭയും എല്ലാം ഉണ്ട്. ഇക്കാര്യത്തിൽ അൻവറിനെ മനസ്സുകൊണ്ടെങ്കിലും അഭിനന്ദിക്കാത്ത ഏതെങ്കിലും CPIM നേതാവ് ഉണ്ടാകുമോ എന്ന സംശയമാണ്. ഒരുപക്ഷെ അനിവാര്യമായൊരു ശുദ്ധികലശത്തിനായി അൻവറിനെ കൊണ്ടിതെല്ലാം പാർട്ടി തന്നെ പറയിപ്പിച്ചതാണോ എന്നും സംശയിക്കുന്നവരുണ്ട്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.